അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു സമയം ഏതാണോ അപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് രാവിലെയാണ്. മോളെ സ്കൂളിൽ പറഞ്ഞയക്കണം, ഇക്കാനെ ഓഫീസിൽ പറഞ്ഞയക്കണം, ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് വേണം, ടിഫിന് വേണം, അങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു സമയമാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഒരു റോബോട്ട് പോകുന്ന പോലെ ഇങ്ങനെ എല്ലാം ഓരോന്നും ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഇങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് അപ്പോൾ ഒന്നും ചിന്തിക്കാനോ ഒന്നിനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ആക്കിയിട്ടുണ്ടാവും, ഇന്ന് ഇതുണ്ടാക്കണം, ഫസ്റ്റ് തന്നെ ഈ ഒരു പണി ചെയ്യണം, ആ ഒരു പണി ചെയ്യണം, എന്നാലേ ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാ പണി തീരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത് മിനി സാമ്പാർ ഇഡ്ഡലി ആക്കാമെന്നാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ തലേന്ന് തന്നെ ഇഡ്ഡലി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അധികം ഇങ്ങനെ ദോശ ബാറ്റർ അല്ലെങ്കിൽ വെള്ളപ്പത്തിൻ്റെ ബാറ്റർ, ചിലപ്പോൾ ഞാൻ നീർദോശൻ്റെ ബാറ്റർ വരെ ഞാൻ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. കാരണം പിറ്റേ ദിവസം രാവിലെ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം സാമ്പാർ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിൾ സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത്, ബോംബെ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടതായിരുന്നു കേട്ടോ. നമുക്ക് 10 മിനിറ്റിൽ ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതാരതാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലെ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കേണ്ട ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് വെക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ബോംബെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് വെച്ചിട്ട് ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ചെറിയ ജീരകവും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് സോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടികൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന്, നമുക്ക് എത്രയാണോ കറി വേണ്ടതെന്നുള്ളത് ആ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. എല്ലാ ഫ്ലേവറും ഒന്ന് ഇറങ്ങി വരുന്ന വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ശരിക്കും സ്കൂളിലുള്ള ദിവസം ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എന്തായാലും ഉണ്ടാക്കാം. ഇഡ്ഡലി ബാറ്ററൊക്കെ ഉള്ള സമയം നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കുകയാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാറും ഇഡ്ഡലിയും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പുളി നമുക്ക് ആവശ്യത്തിന് എത്ര പുളി വേണോ അത്രയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പരിപ്പിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് കടലമാവാട്ടോ. കടലമാവ് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കറി നന്നായി വെട്ടിത്തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഈ ഒരു കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു കടലമാവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറിക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അത്ര ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കുക. നമ്മളെ കറി റെഡി ആവും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ശർക്കരൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പം ചെറിയൊരു മധുരം കൂടി ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ശർക്കരൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയായി. അപ്പോൾ ഞാനിങ്ങനെയാണ് ഇപ്പം സാമ്പാർ ഉണ്ടാക്കാറ്, കഷ്ണങ്ങളൊന്നും ഇടാതെ. കാരണം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാലും ആരും കഷ്ണമൊന്നും കഴിക്കില്ല, വെറും ആ ഒരു കറി മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ എന്തിനാണ് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്നത്? അപ്പോൾ കഷ്ണമില്ലാത്ത സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ പൊതുവേ ഇങ്ങനെ മിനി സാമ്പാർ ഇഡ്ഡലിക്കൊക്കെ ഇങ്ങനെ കഷ്ണമില്ലാത്ത തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അതാകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിക്കാനൊക്കെ സുഖമായിരിക്കും.
അപ്പോൾ അങ്ങനെ എൻ്റെ കുക്കിംഗ് ഒരുവിധമൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് ഞാൻ മോളെ വന്നിട്ട് എണീപ്പിക്കുക. പിന്നെ ബാക്കി പണികളൊക്കെ അവളെ ബാത്റൂമിൽ ഇരുത്തിയതിന് ശേഷം കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചൊരു മടിയാണ്. അപ്പം ഒന്ന് മെല്ലെ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കൊഞ്ചിച്ചിട്ടൊക്കെ വേണം ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോയിരുത്താൻ, അല്ലെങ്കിൽ ആ മൂഡൊന്നും ശരിയാവില്ല കേട്ടോ. അങ്ങനെ മോളവിടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ മോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അവൾക്കുള്ള കൊണ്ടുപോകാനുള്ള ടിഫിനും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് കൊടുത്ത് വിടാൻ പറ്റും, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കൊടുക്കാൻ എളുപ്പമാണ്. പിന്നെ ടിഫിനിലായാലും ഞാൻ ദോശ തന്നെയാണ് കൊടുത്ത് വിടുന്നത്. അതാണ് കുറച്ചും കൂടി അവൾക്ക് ഇൻട്രസ്റ്റ്. ഇങ്ങനെ നമ്മളിങ്ങനെ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് കഴിക്കാൻ അതാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. പിന്നെ എന്ത് കൊടുത്താലും അങ്ങനെ ചിലപ്പോൾ ചില ദിവസം മാത്രമേ ഫുള്ള് കഴിച്ച് വരുള്ളൂ, ചില ദിവസം അങ്ങനെ തന്നെ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് മെനക്കെട്ടിട്ടൊന്നും ടിഫിൻ ഉണ്ടാക്കാറില്ല. അധികം ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കൊടുത്ത് വിടാറ്. ഇങ്ങനത്തെ ഫുഡൊക്കെ മോൾ ഒറ്റയ്ക്ക് കഴിച്ച് പഠിച്ചോട്ടെ എന്നും കൂടി വിചാരിച്ചിട്ടാണ് സ്കൂളിലെ ടിഫിനിലേക്കും ഇങ്ങനെയൊക്കെ തന്നെ കൊടുത്തയക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ശരിക്കും ഞാൻ 3 ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ രാവിലെ ഉണ്ടാക്കുന്നത്. ഇക്കാക്ക് വേണ്ടിയിട്ടാണ് സാമ്പാർ ഇഡ്ഡലി ഉണ്ടാക്കിയത്, മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തട്ടുദോശ മാതിരി അവൾക്ക് കഴിക്കാനും പിന്നെ ടിഫിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മസാല ദോശയായിട്ടോ ഉണ്ടാക്കുന്നത്. അത് പക്ഷേ ഞാൻ മോളാക്കി വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ചട്നി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോളുടെ ടിഫിനും ഒന്ന് പാക്ക് ചെയ്ത് ദോശയും സാമ്പാറും പിന്നെ ഞാൻ കുറച്ച് നട്ട്സും കൂടി വെച്ച് കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ തന്നെ ഞാൻ മോളുടെ ടിഫിനിൽ കൊടുക്കണം. അങ്ങനെ ഭയങ്കര ഫാൻസി ആയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്കിഷ്ടമായിട്ടോ ഭയങ്കര ഫാൻസി ആയിട്ടൊക്കെ ടിഫിൻ ബോക്സ് ഒരുക്കണം എന്നൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ മോളങ്ങനെ കഴിക്കുന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ എന്തിനാ രാവിലെ എണീറ്റിട്ട് കഷ്ടപ്പെടുന്നത് വിചാരിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ അവൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്തു വിടാറ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ടാവും. ഞങ്ങൾക്കുള്ളതും മോൾക്കുള്ളതും എല്ലാം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ മോളെ റെഡിയാക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുക്കും. ഇന്നിപ്പോൾ ഇക്ക എണീറ്റ് വന്നതുകൊണ്ട് ഇക്കയാണ് മോൾക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോഴേക്കും ഞാനും ഒന്ന് റെഡിയായി. പിന്നെ ഇക്കാൻ്റെ ഫുഡെല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കും. കാരണം ഞാൻ പോയി വരുമ്പോഴേക്കും തന്നെ ഇക്ക ഫുഡൊക്കെ കഴിക്കും. അപ്പം എല്ലാം ചായയും ഒക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കും. പിന്നെ മോളെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മസാല ദോശ ആയതുകൊണ്ടാണ് ഞാൻ പോയി വന്നതിന് ശേഷം ഉണ്ടാക്കുന്നത്. കാരണം അതായത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണുള്ള ഒരു ടേസ്റ്റ്. ബാക്കി വേറെ വല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കുള്ളതും ഇവരെ കൂടെ തന്നെ ആക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ പോയി വന്നിട്ട് ചായ മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് കുടിക്കുകയാണ് ചെയ്യുക. നെയ് റോസ്റ്റ് മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ദോശ ആവുന്ന സമയത്തും മസാലയൊക്കെ ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും കേട്ടോ. കാരണം രാവിലെ എല്ലാം കൂടി കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പൊട്ടാറ്റോ മസാലയൊക്കെ ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാനും അവർക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ തന്നെയാണ് കഴിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് മസാല ദോശ കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ രാവിലത്തെ എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല സമാധാനത്തിലൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ടൈം കേട്ടോ. നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ് ഞാൻ. പിന്നെ ഇതിപ്പം ഞാൻ മോളൊക്കെ പിക്ക് ചെയ്ത് വന്ന് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളെ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ കുറേ ആയിട്ട് പെൻഡിങ്ങിൽ വെച്ചൊരു സംഭവമായിരുന്നു. എൻ്റെ കിച്ചണിൽ കുറച്ച് ഹിഡൻ സ്പേസസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഹിഡൻ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒന്ന് വാഷിംഗ് മെഷീൻ വെക്കാനും പിന്നെ ഒന്ന് ഡിഷ് വാഷർ വെക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഒന്നിൽ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്, പിന്നെ ഡിഷ് വാഷർ വെക്കേണ്ടടുത്ത് നമ്മളൊന്നും വെച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ കുറച്ച് ക്ലീനിങ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഡിഷ് വാഷർ പൊതുവേ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സ്പേസ് ഞാനിങ്ങനെ എൻ്റെ ക്ലീനിങ് ഐറ്റംസ്, പിന്നെ എക്സ്ട്രാ വരുന്ന കിച്ചണിലെ ഐറ്റംസ്, പിന്നെ ഞാൻ ചിലപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം എടുക്കുന്ന കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ മേലക്ക് വെക്കാറാണ്. അത് മര്യാദക്കൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ എല്ലാം കൂടി വീഴും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന് ഓരോ സാധനങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഏരിയ ഒന്ന് നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ എനിക്ക് കുറച്ചും കൂടി എൻ്റെ സാധനങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം, ഓരോ കാര്യങ്ങൾ എടുക്കാനും എളുപ്പമാവും തോന്നി. ഫസ്റ്റ് തന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സാധനങ്ങൾ ഫുള്ള് ഒഴിക്കുന്ന സമയത്തല്ലേ നമുക്കൊന്ന് മര്യാദ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഡെയിലി ഒന്നും നമ്മളിപ്പോൾ എല്ലാ സാധനവും ഒന്നും നീക്കിയിട്ടൊന്നും ക്ലീൻ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു റാക്ക് വെച്ചിട്ടാണ് ഞാൻ ഒരു സ്പേസ് ഓർഗനൈസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാക്ക് ഞാൻ എൻ്റെ കുറേ മുന്നത്തെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോളുടെ ഒരു പഴയ ഒരു ബേബി ക്രിബ് ഞാനൊരു ഷെൽഫാക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു റാക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആയ സമയത്ത് നമ്മൾ ആ ഒരു ക്രിബൊക്കെ നമ്മൾ സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റാക്ക് ഇങ്ങനെ ബാക്കിയായിട്ട് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ എന്തോ ഒന്ന് ക്ലീൻ ആക്കിയ സമയത്ത് ഈ ഒരു റാക്ക് കണ്ടപ്പോഴാണ് ഇതിങ്ങനെ ഒന്ന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണെങ്കിൽ ഈ ഒരു സ്പേസിലേക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു, നല്ല പക്കാ ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു 2 ഷെൽഫ് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഹോളും കാര്യങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല, എന്നാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ കുറച്ച് എക്സ്ട്രാ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വെക്കാറുണ്ട്. ഇങ്ങനെ കപ്പ് ഹോൾഡറോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലേറ്റ്സ്, ഞാൻ ചിലപ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ അതൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എക്സ്ട്രാ വരുന്ന ബാത്ത് മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് എനിക്ക് നെക്സ്റ്റ് ടൈം അത് എടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന എൻ്റെ ഒരു സ്പിൻ മോപ്പാട്ടോ.
ഫസ്റ്റൊക്കെ ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്പ്രേ മോപ്പ് വാങ്ങിച്ചതിന് ശേഷം ഞാൻ അധികവും അത് തന്നെയാണ് യൂസ് ചെയ്യല്. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട സമയത്ത് മാത്രമേ ഞാൻ ആ ഒരു സ്പിൻ മോപ്പ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ക്ലീനിങ് ഐറ്റംസൊക്കെ ബാത്റൂം ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ് ഐറ്റംസൊക്കെ ഞാൻ ഇതേമാതിരി ഇങ്ങനെ ഒരു 3 ടയർ ഷെൽഫിലാക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇപ്പം ഈ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത പോലെ എനിക്ക് തോന്നിട്ടോ. അപ്പം ഇതുവരെ ഫുൾ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച സമയത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനും കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറേ ആയിട്ട് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചൊരു ഏരിയയാണ് എൻ്റെ ഈ ഒരു നമ്മൾ ഓണിയനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഈ ഒരു 4 ടയർ റാക്ക്. അപ്പോൾ ഇതും ഈ പറഞ്ഞ മാതിരി തന്നെ കുറേ കാലമായിട്ട് ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡെയിലി കുക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ അത് നമ്മൾ നല്ലപോലെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് തീരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉള്ളി തക്കാളി ഈ വക സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളുടെ ഇന്ത്യൻ കുക്കിങ്ങിൽ കറികളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മസ്റ്റായിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ അത് നല്ലപോലെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലായാലും തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഞാൻ ഒരുമിച്ച് ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരൊറ്റ ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് ഫിനിഷ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റാക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഹോട്ടൽസിൽ നിന്നൊക്കെ ഇങ്ങനെ വെറ്റ് വൈപ്സ് ഒക്കെ തരുമല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് ഞാൻ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതാകുമ്പം ആ ഒരു നനവും ഉണ്ടാകും, നല്ലൊരു സ്മെല്ലും ഉണ്ടാകും, നമുക്ക് പെട്ടെന്ന് ക്ലീനിങ്ങും കഴിയും. എന്നിട്ട് നമുക്കത് ക്ലീൻ ആക്കിയതിന് ശേഷം അത് കളയുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു 3 ടയർ ഷെൽഫും ഞാനൊന്ന് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തേൽ ഫുള്ള് ഉള്ളി, പിന്നെ ഷാലറ്റ്സ്, പിന്നെ വെളുത്തുള്ളി, അങ്ങനെ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.